അമ്പലമുറ്റത്ത് ഒരുമയുടെ രുചിക്കൂട്ട്. നെയ്യാറ്റിൻകര കുളത്തൂർ ജമാഅത്തിലെ അംഗങ്ങൾക്കാണ് പാറശാല പ്ലാമൂട്ടുകട ക്ഷേത്ര കമ്മിറ്റി ഇഫ്താർ വിരുന്നൊരുക്കിയത്. ക്ഷേത്രനടയിൽ മുസ്ലിം ആചാരങ്ങളും നടത്തിയാണ് നോമ്പ് മുറിച്ചത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളാണ് സംഘാടകർ. എല്ലാവരും ഒന്നാണ്. മതങ്ങൾ പലതാണെങ്കിൽ പോലും എല്ലാവരും ഒന്നാകണം, ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹമാണ് നമുക്കേവർക്കും ഉള്ളത്. കുറി വരയ്ക്കുന്ന ഹൈന്ദവനും കുരിശ് വരയ്ക്കുന്ന ക്രൈസ്തവനും അതുപോലെ തന്നെ കുമ്പിട്ട് നിസ്കരിക്കുന്ന മുസൽമാനും ഒന്നാണ് എന്ന കാഴ്ചപ്പാടാണ് ഈ അമ്പല കമ്മിറ്റിക്ക് ഉള്ളത്. 100ഓളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വരും വർഷങ്ങളിലും ഇഫ്താർ സംഘടിപ്പിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം. കൂടാതെ എല്ലാ വർഷവും കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്നവർക്ക് ക്ഷേത്ര കമ്മിറ്റി അമ്പലനടയിൽ വെച്ച് സ്വീകരണം നൽകാറുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഹരി നമുക്കൊപ്പം ഉണ്ട്. ഹരി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്തുനിന്നും ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇതുപോലെ എല്ലാവർക്കുമായി ഒരു നോമ്പ് തുറ ഒരുക്കിയ കാഴ്ച കണ്ടു. നമുക്കറിയാം, ഇപ്പോൾ ഉത്സവങ്ങൾ നടക്കുമ്പോൾ പള്ളി കമ്മിറ്റികളുടെ വകയൊക്കെ മധുര വിതരണം അല്ലെങ്കിൽ നാരങ്ങയുള്ള വിതരണം, അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ആഘോഷങ്ങളായി പല ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ മാറുന്നുണ്ട്. ആ കാഴ്ചകൾ കൂടുതൽ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. ഇതെങ്ങനെയാണ് ആ ഒരു സ്നേഹത്തിൻ്റെ കാഴ്ച അവരെല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിച്ചത്? ദിവിഷേട്ടാ, ഇത് ഈ പാറശാലയിൽ ഈ ക്ഷേത്ര കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇവരിത് ആദ്യമായിട്ടല്ല ഇവരിങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്. ഞാനവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, ഇപ്പോൾ ഈ കുരിശിൻ്റെ വഴി യാത്രയൊക്കെ നടക്കുമ്പോൾ ഇവർ ഒരു 1000-1500 പേരുണ്ടാവും. ഇവർ ആ ക്ഷേത്ര പരിസരത്തെത്തുമ്പോൾ അവർക്ക് കുടിവെള്ളം നൽകും, ലഘുഭക്ഷണം നൽകും. അങ്ങനെയൊക്കെ വർഷങ്ങളായി ചെയ്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ വർഷം കുളത്തൂർ ജമാഅത്തിലെ അവർ ഈ റംസാന് ഈ ക്ഷേത്ര കമ്മിറ്റിയിലുള്ളവരെ ഭാരവാഹികളൊക്കെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അവർക്കതൊരു സന്തോഷമായി. അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു എന്ന് വെച്ചാൽ, ഇപ്രാവശ്യം ഈ പെരുന്നാൾ സമയത്ത് റംസാന് ഇവർ ക്ഷേത്രത്തിലേക്ക് ഈ ജമാഅത്തിലെ ഉള്ളവരെയും ഒപ്പം തന്നെ ഏകദേശം ഒരു 100ഓളം പേരുണ്ടായിരുന്നു, അവരെയൊക്കെ ക്ഷേത്രത്തിലേക്ക് വിളിച്ച് അവർക്ക് ഒരു ഇഫ്താർ ഒരുക്കി, നോമ്പ് തുറ. അപ്പോൾ മുസ്ലിം ആചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് തന്നെയാണ് അവരത് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ദിവിഷേട്ട ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിൽ തന്നെ പല ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഇഫ്താറൊക്കെ ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒരു മാതൃകയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളും മാതൃകയാക്കേണ്ടതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകട്ടെ, ഇങ്ങനെയുള്ള മാതൃകകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.